ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈം നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് നമ്മളെ ഫിനുമോളെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞങ്ങളെ മോൾക്ക് എല്ലാവിധ ഉയരങ്ങളിലും എത്തട്ടെ. എന്താണോ പടച്ചിറപ്പ് അവൾക്ക് കരുതി വെച്ചത് അതെല്ലാം നല്ല സന്തോഷത്തിലും റാഹത്തിലുമാട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഫിനുമോൾ. അതുപോലെ തന്നെ അവളുടെ ഏത് സന്തോഷഘട്ടത്തിലും വിഷമഘട്ടത്തിലും അവളുടെ കൂടെ തന്നെ ഈ ഉപ്പയും ഉമ്മയും ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുകയാണ് ഇൻഷാ അല്ലാ. പിന്നെ ബർത്ത്ഡേ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കലും അങ്ങനെ വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടാവരില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത് എല്ലാവരും പാടെ കൂടി വന്നപ്പോൾ നല്ലൊരു സന്തോഷ ദിവസമായിട്ടോ. മോക്കും ഭയങ്കര ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടത്. കാരണം ഇങ്ങനെയായിട്ടും നമ്മൾ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കലും അങ്ങനെയൊന്നുമില്ല. ആഘോഷിക്കലില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കും, പിന്നെ അതുപോലെ ഒരു കേക്ക് മുറിക്കും, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. അല്ലാതെ വേറെ വലിയ പരിപാടി ഗ്രാൻഡായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ എസ്പെഷ്യലി ഇന്ന് വെള്ളിയാഴ്ച കൂടെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മളെന്നും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കലാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, അവർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി. പിന്നെ അനിയന് എല്ലാ വെള്ളിയാഴ്ചയും അനിയൻ വരുന്നതാണ്. നമ്മളെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അനിയൻ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന പോലെ തന്നെ വന്നപ്പോൾ ഒരു ഡ്രസ്സും കൊണ്ട് വന്നു. 3 പേർക്ക് ഒരുമിച്ചായിട്ടോ കൊണ്ടുവന്നത്. ഒരാൾക്ക് ഇനി കൊണ്ടുവന്ന് പിന്നെ മറ്റുള്ളവർക്ക് വിഷമമുണ്ടല്ലോ വിചാരിച്ചിട്ട് 3 ആൾക്കും ഒരേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും വെച്ചപ്പോൾ ബാൻ്റെ ഫ്രണ്ടും അതേപോലെ വൈഫും അവരൊക്കെ വന്നിട്ടുണ്ടാകും. അതായത് ഷഫീഖാക്കി ഫാമിലി ആദ്യമോളും ഓലൊക്കെ വന്നിട്ടുണ്ടാകും. അവരൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്കും ഒക്കെ അറിയാം കേട്ടോ. അവരൊക്കെ പരിചയമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഓരോന്നും നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, നമ്മളെ കൂടെ തന്നെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അവരെ ക്ഷണിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അങ്ങനെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ അവർ കേക്കും കൊണ്ട് അവരുടെ വകയായിരുന്നു കേക്ക്. ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയപ്പോൾ അവർ കേക്കും കൊണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയിട്ടോ. പിന്നെ മക്കളൊക്കെ രാവിലെ തന്നെ മദ്രസ പോയതാണ്. ഇവിടെ വെള്ളിയാഴ്ചയാണ് ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടുള്ളത് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് മക്കൾക്ക് മദ്രസ ഉള്ളത്. അപ്പോൾ അവർ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ പോയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റിയാദിലെ ചൂടറിയാലോ എല്ലാവർക്കും, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു. ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ റെഡിയായി സെറ്റാക്കി ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തലേ ദിവസം അനിയൻ്റെ അടുത്ത് പോയപ്പോൾ അവന് വലിയ അനിയൻ അസീസിയയിലുള്ള അനിയൻ്റെ അടുത്ത് പോയപ്പോൾ അവൻ കൊടുത്തതാണ് കേട്ടോ. ഒരു ബോക്സ് കാര്യങ്ങൾ മുട്ടായിൻ്റെ ചോക്ലേറ്റിൻ്റെ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് അവർ സർപ്രൈസായിട്ട് കൊടുത്തതാണ് കേട്ടോ. അതും ഭയങ്കര ഒരു സന്തോഷമായിട്ടോ മൂക്ക്. പിന്നെ മക്കളൊക്കെ മദ്രസൊക്കെ വിട്ട് വന്ന് വീടൊക്കെ ഒതുക്കി പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിച്ചുട്ടനും ഭാവിയും കൂടിയും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി വരുമ്പോൾ ശിബിലിയും കൂടി കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് അവന് വരൽ. എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെയാണ് അവൻ വരൽ. അപ്പോൾ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവന് വരും എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ഈ വെള്ളിയാഴ്ച അവന് വരുന്നത്. പക്ഷേ ഗിഫ്റ്റൊന്നും കൊണ്ടുവരുന്നത് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഭാവൻ്റെ അനിയന് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവന് വരാൻ പറ്റിയില്ല. അവന് കടയിൽ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവന് വരാൻ പറ്റിയില്ല കേട്ടോ. മക്കൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതുകൊണ്ട് തന്നെ ഫിനുമോക്ക് ഒന്നിനും കൂടി തരാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അവൾ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരലുണ്ട്. അങ്ങനെ ചെയ്ത് തരലുണ്ട് കേട്ടോ. പക്ഷെ ബിരിയാണിക്കൊന്നും ചെയ്ത് തരാൻ പറ്റിയില്ല. അപ്പോൾ അവൾ ഇതേപോലെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, തേങ്ങ ഇട്ടിട്ടുള്ള ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അവളാട്ട് ഉണ്ടാക്കിയത്. ഞാൻ തേങ്ങ ചിരകി കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ചിരകാതെ അങ്ങനെയാണ് വാങ്ങൽ, തേങ്ങ ആയിട്ട് വാങ്ങലാണ്. ചിരകിയാണ്ട് മദീനയിൽ നിന്ന് വാങ്ങലില്ല എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും അതിന് വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ചമ്മന്തിക്കൊന്നും രസം ഉണ്ടാവില്ല. പച്ച തേങ്ങ അരക്കണ പോലെ തന്നെ ആ ഫീലിൽ തന്നെ നമുക്ക് അപ്പം അങ്ങനെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചിരവാതെ വാങ്ങുന്നത്.
അങ്ങനെ ബീബിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടിയ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ അടുത്ത ഫ്ലാറ്റിലുള്ള അപ്പുറത്തെ റൂമിലുള്ള ചേച്ചി ഇതേപോലെ കുറേ ഗിഫ്റ്റും കൊണ്ട് വന്നത്. അത് അതിലേറെ സന്തോഷമായി. ചേച്ചി നേഴ്സാണ്, നാട്ടിൽ നമ്മളെ നിലമ്പൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നാട്ടിൽ ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ്. അപ്പോൾ സ്റ്റാറ്റസ് വെച്ചത് കണ്ടിട്ട് ചേച്ചി ഇതേപോലെ പറയാതെ അറിയാതെ കൊണ്ടു തന്നതാണ് കേട്ടോ ആ ഗിഫ്റ്റൊക്കെ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ചേച്ചിക്ക് കുറച്ച് ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോ, ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ചിലപ്പോൾ ഒക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കലുണ്ട്. കാരണം ചേച്ചി അന്ന് മാത്രമുള്ള ഒരു ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസം ഉള്ളത്. അപ്പോൾ അന്ന് പിന്നെ ഞാൻ ഇവിടെ നമ്മൾ ഏതായാലും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എണീറ്റിട്ടോ. അപ്പോഴേക്കും ഇതേപോലെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അനിയൻ വരും എന്ന് പറഞ്ഞിരുന്നു, പിന്നെ അതുപോലെ അമ്മവും വരും എന്ന് പറഞ്ഞു. അവരൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ വരും എന്ന് പറഞ്ഞതുകൊണ്ട് വരുമെന്ന് ഉറപ്പുമില്ല, ഫുഡ് കഴിക്കുന്ന സമയത്ത് എത്തുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേപോലെ ഷഫീഖാക്കിയും സഫിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കേക്കും കൊണ്ട് വലിയൊരു കേക്ക് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങളിതേപോലെ എന്നാൽ ഒന്ന് പുറത്തിറങ്ങാറുണ്ട്. അനിയൻ അവൻ്റെ റൂമിലേക്കും പോയി. ഞങ്ങളെല്ലാവരും കൂടെ ഷഫീഖാക്കി ഫാമിലി അതുപോലെ ബാവക്കാക്കി ഫാമിലി ഓരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നമ്മളെ റൂമിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് പോകണം, അങ്ങനെ അടുത്തുള്ള ലേക്ക് പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലേക്ക് പാർക്കിലൊക്കെ പോയി കുറച്ച് നേരമായിട്ടോ വന്ന് അവിടെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ ചുടാനും ബാവക്ക് ചിക്കൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫിഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ചുട്ട് ബർത്ത്ഡേ അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കളറാക്കിയിട്ടോ. അങ്ങനെ ഉഷാറായി പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അതെന്തൊരു ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു സന്തോഷം തരും നമുക്ക്. അതുപോലെ തന്നെയാണ് കേട്ടോ ഫിനിമോളൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ചെറിയ കാര്യങ്ങൾ മതിയിട്ട് അവർക്ക് സന്തോഷിക്കാൻ. പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് സർപ്രൈസ് എന്നൊക്കെ പിന്നെയും എടുത്ത് പറയണത് എന്താ വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. ഷഫീഖാക്ക വന്നതും കേക്ക് കൊണ്ടുവന്നതും പിന്നെ അനിയൻ വന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നതും വലിയ അനിയൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതും ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ കേട്ടോ. പ്രതീക്ഷിക്കാതെ തന്നെ കിട്ടിയതാണ്. അതാണ് അങ്ങനെ പറയണത്. ഞാൻ അറിയില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇത് നമ്മളെ ബാവക്കാക്കാണ് കേട്ടോ. ബാവക്കാക്ക് പായസം കുടിച്ചിട്ട് ഫോട്ടോ വിട്ടെടുത്തതാണ് ബാവ. അങ്ങനെ ഓരോ ഇവിടെ എത്തിയിട്ടോ. ഒക്കെ സംഭവിച്ച് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. അവർ മദീനയ്ക്ക് സാധനം വാങ്ങാൻ പോയതാണ് കേട്ടോ. പിന്നെ അവരും നമ്മളെ കൂടെ ഇങ്ങോട്ട് ലേക്ക് പാർക്കൊക്കെ വന്ന് പിന്നെ അവിടെ നോക്കാനും ഇതിനൊക്കെ നിൽക്കുന്ന ഒരാളുണ്ട്. ഇനി അവർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അവിടെ ക്ലീൻ ചെയ്യാനും പാർക്കൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ആളായിരുന്നു. അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെ പ്രതീക്ഷിക്കാതാണെന്നുണ്ടെങ്കിലും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ കളറായിട്ടോ. ചുടാനുള്ള സംഭവങ്ങളും ഗ്രില്ലും എല്ലാ കാര്യങ്ങളും എല്ലാം ഏറ്റവും സുട്ട കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളോട് പോവാന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല ഉഷാറായി. സംഭവം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല കളറായിട്ടോ ബർത്ത്ഡേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഓരോരുത്തർ ഷഫീഖാക്കി ഫാമിലി അവരുടെ റൂമിക്കും ബാവക്കാക്കി ഫാമിലി അവരുടെ റൂമിക്കും നമ്മളെ റൂമിക്കും അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പോന്നപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയന് പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ടാണ് അവനും പോരാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.